Paradise of Vera and Isa. Hello friends. Welcome back my channel. ഇന്ന് കുഞ്ഞുമ്മയുടെ കല്യാണത്തിൻ്റെ ഡേ 1 കേട്ടോ. ഇന്ന് എല്ലാവരും ഗ്രീൻ കളർ ഡ്രസ്സ് ഇട്ടാ. അപ്പം എല്ലാവരും ഗ്രീൻ കളർ ഡ്രസ്സൊക്കെ റെഡിയായി മേക്കപ്പ് ഒക്കെ ചെയ്യണേ. അടുത്തതായിട്ട് മനാഫ് മാമാനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. വന്നില്ലെല്ലാരും ഹലോ. അപ്പൊ പുതുമാളൻ മണവാളൻ അഫ്സലി കുഞ്ഞുവിനെ ഇറക്കാൻ പോവാണ്. എല്ലാരും സഹകരിക്ക. ഓക്കെ കമോൺ. എന്റെ ഒരു പാട്ടോടുകൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്റെ പാട്ടോടുകൂടി സ്റ്റാർട്ട് ചെയ്യാം. അവർക്ക് സ്റ്റേജിൽ കയറി പാട്ടോടാൻ തയ്യാറെടുപ്പിലാണ്. അനുവാണെങ്കിൽ മൈക്കും തരൂലൊന്നും തരൂല. അപ്പൊ അനീഷ് മാമ അനു റോക്കിയൊക്കെ റെഡിയായി. പിന്നെ കൊറേ ആൾക്കാരുണ്ട്. ഇബു ആസി അങ്ങനെ ഉണ്ട്. അപ്പോൾ കുഞ്ഞുമാമ മേലെ നോണ്ട് നമുക്ക് കാണാം ഗൈസ്. കുഞ്ഞുമാമ കുഞ്ഞുമാമ സ്റ്റേജിൽ കൊണ്ടുപോകാനെ അറേഞ്ച് ചെയ്ത് നിർത്തണ്. അതാണ് ആ വച്ചിട്ടേണ്ട കുഞ്ഞുമാമ ലയിച്ച് വച്ചിട്ടത്. ഡാർക്ക് വച്ചിട്ടേണ്ട കുഞ്ഞുമാമ പുറത്തുനിന്ന് ഇറങ്ങണേ. മൂത്തുമാരും നോക്കിയിരിച്ചാണ് ഇറങ്ങണേനെ. എന്താ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടാ. അതിനായിട്ട് വെയിറ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായി കമന്റ് ചെയ്യണ പറയണ്ട. കുറച്ച് മുമ്പ് പെണ്ണിൻ്റെ അവിടെ നിന്ന് ആൾക്കാർക്ക് ഇങ്ങോട്ട് വരും. അപ്പൊ ക്യാമറയുടെ ആൾക്കാർ പറയണ്ട, നമുക്ക് ഇറങ്ങാൻ പറ്റൂലല്ലോ. അപ്പൊ അതാണ് എല്ലാവരും വെയിറ്റ് ചെയ്തോണ്ടിരിക്കണം. അതും നല്ല അടിപൊളി ഡ്രസ്സായി കേട്ടാ. അവർക്ക് ഒരുപോലത്തെ തയ്പ്പിച്ച് അവർ ഫ്രണ്ട്സാണ്. അപ്പൊ കുഞ്ഞുമാമൻ ഇറക്കാൻ ആയും തോന്നുന്നുണ്ട്. ഞങ്ങൾ കുറെ നേരമായി നിൽക്കണേ. ഞങ്ങള് എല്ലാരും പുതുമാല അപ്സായിന്റെ പാട്ടും പാടിയാണ് കുഞ്ഞുമാമ ഇറക്കണേ. നല്ല പാട്ടല്ലേ. കുഞ്ഞുമാമ ശരിക്കുള്ള പേര് അഫ്സൽ എന്നാട്ടാ. അപ്പോഴെല്ലാവരും കയ്യോട്ടി പ്രാക്ടീസ് ചെയ്തൊക്കെയാണ്. നിങ്ങൾ ആരുടെയിലെ വീട്ടിൽ ഗ്രീൻ കളർ ഡ്രസ്സൊക്കെ ഇട്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ക്യാമറയുടെ ആൾക്കാരെ ഞങ്ങളോട് ഇറങ്ങാൻ പറയണില്ല. അവരതൊക്കെ സെറ്റ് ചെയ്യുന്നു ഇരിക്കാണ്. അപ്പൊ നിന്ന് എൻ്റെ കാലൊക്കെ കരച്ചൊട്ടിൻ്റെ ഗൈസ്. അപ്പില്ലേ ഗൈസ്, കുഞ്ഞുമാമ നടക്കുന്ന സമയത്ത് പൂത്തിലെത്തിക്കാണ്. അപ്പൊ ആഷിമാമേ പൂത്തിരിയൊക്കെ കത്തിക്കണ്ടേ. അപ്പൊ അതൊക്കെ റെഡിയായി കത്തിക്കാൻ പോവേണ്ടല്ലായിരുന്നു. നോക്കിക്കോ. ഇപ്പൊ എൻ്റെ പേടി കേക്ക് മാറി. അപ്പൊ അത്രയും കുഴപ്പമില്ല പറയുമ്പോൾ ഫ്രണ്ടി വന്നു ഗൈസ്. അപ്പൊ ഇതേ കത്തിച്ചിട്ടാ. മുഴുവനോടെ പൊക്കെയായി ഗൈസ്. ഇപ്പൊ ക്യാമറക്കാർക്കൊന്നും ക്യാമറ ഒന്നും കാണില്ല. പൊക്കെയായിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാൻ പറഞ്ഞവര്. അപ്പൊ റോക്കിനെടുത്ത് ഓടി. അവനിക്ക് പുക വെച്ചില്ല. അവൻ കുഞ്ഞു ബേബി അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പൂത്തിരി എത്തിച്ച പുക ഒന്ന്
പോക്ക എല്ലാവർക്കും മൂത്ത് കടിച്ചപ്പോൾ എല്ലാവർക്കും ചുമ വന്നു. അപ്പോൾ അതേ പാട്ടൊക്കെ കണ്ണുമാമൻ ഇറക്കാനായിട്ട് ഒരു പാട്ട് പാടട്ടെ. പൂമാല അപ്സലിൻ്റെ പുതുമാല അപ്സലിൻ്റെ എനിക്ക് അങ്ങനെ പാടി അറിയില്ല. നിങ്ങൾക്ക് പ്രാന്ത് ക്യാമറക്കാരൊക്കെ പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇറങ്ങൂന്ന് പറയും. എല്ലാവരും പാട്ട് പാടിയില്ല, എല്ലാവരും കയ്യൊക്കെ ഉള്ളൂ. പിന്നെ മാമ സ്റ്റേജിൽ എത്തിയാൽ പോണ്ട. എല്ലാവരും മാമാനെ സ്റ്റേജിലൊക്കെ കയറ്റി. അപ്പൊ എല്ലാരും പാട്ടൊക്കെ പറയുന്നുണ്ട്. ഡാൻസ് കളിക്കണ്ട നമുക്ക് കുഞ്ഞുമാമാനെ ഇരുത്തിയിട്ട് അതാരെല്ലാവരും പാട്ടൊക്കെ പറയുന്നുണ്ടാ. ഇവിടെ പാട്ട് വെച്ചാൽ എല്ലാവരും ഡാൻസ് കളിക്കും. എല്ലാവർക്കും ഡാൻസ് കളിക്കാനും കല്ലോട്ടാനും കൊണ്ട് ഇഷ്ടമാണ്. എനിക്കിഷ്ടമാണ്, പക്ഷേ ഞാനും ഡാൻസ് കളിക്കും. പിന്നെ ഞാൻ എല്ലാവരും സ്റ്റേജിൽ കയറി. അപ്പം മാമാക്ക് കുക്കുമൂത്തു കയ്യുമ്മ ഇങ്ങനെ മുല്ലപ്പൂ വെച്ച് ഇങ്ങനെ കെട്ടും വള്ള പോലെ. പിന്നെ ആ കഴുത്തിൽ മുല്ലപ്പൂ പോലെ ഒരു മാല ഉണ്ടാക്കി ഇട്ടുകൊടുക്കും. ഇപ്പം ആശയൊക്കെ വീടാൻ പോയേ. അപ്പം ആശനെ അവർ നീക്കിയൊക്കെ നിർത്തി. അപ്പോൾ ഇതേ പരിപാടികൾ ആരംഭിക്കേട്ടോ. അപ്പം നമ്മൾ ക്യാമറക്കാർ പരിയുമ്പേട്ട് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പം അവർക്ക് ഇതൊക്കെ ഷൂട്ട് ചെയ്യണ്ടല്ലേ. കുഞ്ഞുമാമക്ക് ഞാനാ കണ്ണട വെച്ചെടുത്തത്. കുക്കുമൂത്തും മാലിടമ്മ. അപ്പം മാലിട്ടെടുത്ത് കഴിയുമ്പോൾ മുല്ലപ്പൂവൊക്കെ ചെയ്യണ്ട. നല്ല രസമുണ്ടല്ലേ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ കാണാൻ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് ഗൈസ്. ഇതെൻ്റെ അല്ലുവിൻ്റെ ഫേവറേറ്റ് സോങ് കേട്ടോ. ഇതേട്ടാ അപ്പം കയറി ഡാൻസ് കളിക്കും. അല്ലു സ്റ്റേജിൽ കയറിയില്ല തിരക്കാരനും. അവൾ വാപ്പാൻ വേണ്ടി പെട്ടെന്ന് പറയും പോയി. അല്ലു ഗ്രീനായി നിട്ട നക്കുറുമ്മ കല്യാണം ഇട്ട് 2 ദിവസം കഴിഞ്ഞിട്ട്.
2 ദിവസമല്ല 2 മാസം. എല്ലാവരും ഇതുപോലെ നല്ല അടിച്ച് പൊളിയായിക്കൂട്ടാ. എനിക്ക് വർത്താനം പറയാൻ കിട്ടില്ല ഗൈസ്. നമ്മ ഇങ്ങനെ പറഞ്ഞില്ല, എനിക്ക് കോപ്പി റൈറ്റ് അടിക്കൂല. അതാ ഞാൻ കുറേ പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ ബുക്കാക്കാക്ക് എന്തൊരു ടെൻഷനാണ്. ഞങ്ങൾ കുറേ ദിവസമായി കുഞ്ഞുമാമ കല്യാണം വരാൻ കാത്തിരിക്കണം. എന്തിനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് കൂടി ഡാൻസ് കളിക്കാനേ. സ്കൂളിലൊക്കെ തുറക്കല്ല, പഠിച്ചു വിളിക്കാനൊക്കെ കഴിയാനായി ഗൈസ്. സ്കൂളിൽ പോകാൻ വിഷമമുണ്ടായി. എനിക്ക് വലിയ വിഷമവും. ഞാൻ രാവിലെ തന്നെ എണീക്കുമ്പോൾ വലിയ കരച്ചിലായിരിക്കും. പിന്നെ എൻ്റെ സ്കൂളൊക്കെ പുതിയ സ്കൂളായില്ല, അപ്പം എനിക്ക് അവിടേക്ക് പോണം. ചാടി വേർത്ത് വീഡിയോ എടുക്കാൻ ചേട്ടൻ പറഞ്ഞ പോലെ അയ്യോ കുറേ പറഞ്ഞു. നാളെ മൂത്തും എല്ലാവരും ഡാൻസും കുറേ ഡാൻസൊക്കെ കളിച്ചപ്പോൾ എല്ലാവരും ഔഷധമായി. ഇപ്പോൾ കുറുമ്പൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഇന്നും കുറുമ്പില്ല ഗൈസ്. പച്ചിച്ചേ ഞങ്ങളെല്ലാവരും നല്ല ഫ്രണ്ട്സാണ്. അപ്പം ഞങ്ങൾ ഡാൻസൊക്കെ കണ്ടിട്ട് എല്ലാവരും നോക്കിയിട്ട് നോക്കിയാക്കി വലിയ ഡാൻസായിരുന്നു. അല്ലാതെ ഞാനതെ എല്ലാവരും പച്ചിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ. നല്ല ഡാൻസാണ്. അല്ലാണ്ട് ഡാൻസ് ഫുൾ ഡാൻസ്. സെക്കൻഡ് വീട്ടാറ പരിപാടിയല്ലേ. എൻ്റെ ഒരു പാട്ട് കൂടി തന്നെ തുടങ്ങാം. ഹലോ, എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കാം. അതന്നെയാണ് പരിപാടി. ഫോട്ടോ അപ്പൊ എനിക്ക് പാട്ടാളാകുന്ന നിൽക്കണത് കോമഡിയാണല്ലേ. ഞാനൊക്കെ എന്നോട് സ്റ്റേജിൽ കയറി എപ്പോഴും പാട്ടാടാൻ നോക്കി കാത്തിക്കണം. പാട്ട് ഇല്ലുമിനാട്ടി എൻ്റെ ഫേവറേറ്റ് പാട്ടേ ഇല്ലുമിനാട്ടി 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 ഇല്ലുമിനാട്ടി. അതാണ് എൻ്റെ പാട്ട്. അനീഷ് മാമ കോമാളി പോലെ ഒരു ഡാൻസ് ഉണ്ട് കേട്ടോ. കുഞ്ഞുമാമയുടെ കല്യാണം കാരണം കേക്ക് ഹാപ്പി ബർത്ത്ഡേ ബൈ. അപ്പം എല്ലാവരും കേൾക്കുന്നതൊക്കെ കാണാൻ വിളിച്ചു. നല്ല കേക്കല്ല, വലിയ കേക്കട് ഗൈസ്. അതിന് റോക്കിനെ വിളിച്ച് നല്ല ഡാൻസ് ആണ്. ഞാൻ എന്താണ് റോക്കി നിർത്തണ റോക്കി ഭവിഷ്യരുമ ഭയങ്കര ഇഷ്ടമാണ്. ലുലു പോയപ്പോൾ ഒരു ദിവസം കണ്ടേ. അപ്പം എനിക്ക് കുറേ ദിവസം കണ്ടു ഞാൻ ലുലു പോയി.
അപ്പോൾ എനിക്കതിൽ റോക്കി പൈനെ വളരെ ഇഷ്ടമായിട്ടാ. പക്ഷേ ഞാൻ പേരിട്ട റോക്കി എന്നാണ്. പിന്നെ ഇതുവിനും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവൻ്റെ ശരിക്കും പേര് മുഹമ്മദ് ഐസാൻ എന്നിട്ട് ഞാൻ ഇടയ്ക്ക് ഐദൂന്ന് വിളിക്കും, പിന്നെ റോക്കി മുഹമ്മദ് വിളിക്കും, പിന്നെ സാധാ പോലെ റോക്കി വിളിക്കും. അപ്പോൾ നമ്മൾ കേൾക്കാൻ ഇതൊക്കെ സെറ്റ് ചെയ്യണ ചേട്ടന്മാരില്ലേ, അവരിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കട്ടാ. എനിക്കത് തിന്നാൻ കൊതിയായി ഗൈസ്. എനിക്ക് കേക്കൊക്കെ ഇഷ്ടമാണ്. ഇടയ്ക്ക് അത്ത ഉണ്ടാക്കി തരും. എപ്പോഴൊന്നും ഉണ്ടാക്കി തരൂല, പക്ഷെ ഇടയ്ക്ക് ഉണ്ടാക്കി തരും. നമ്മളെ 1000 സബ്സ്ക്രൈബ് ആകുമ്പോൾ ഞാൻ കേക്ക് മുറിക്കാട്ടെ ഗൈസ്. ഇവിടെ വെച്ച് നിങ്ങൾക്ക് ഇറങ്ങിയപ്പോൾ മാമ്മമാരെല്ലാവരും സ്റ്റേജിൽ കയറി. മാമ്മമാർ മാത്രമേ ഉള്ളൂ. എല്ലോട്ട് കുട്ടിയെ ആരെണ്ണ ഈ പൂവിൻ്റെ കൂട്ടാരനാണ്. അതാ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വന്നതാണ് അവര്. കല്യാണം പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വന്നവരൊക്കെ യെല്ലോ ഡ്രസ് ഉണ്ടാ. എടമോനെ ഉണ്ടായില്ലോങ്കിലേ അത് അല്ലടിപൊളി പറയും. ഞാൻ പറയും, റോക്കി പറയും, അല്ലു പറയണം. യൂട്യൂബിൽ ഇട്ടിട്ട് എടമോനെ എന്ന് പറയണം. അപ്പം ഞാനൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മാമ്മമാരൊക്കെ ഡാൻസ് കളിച്ചപ്പോൾ കേക്കൊക്കെ ഇളകയുന്നു. ഞാൻ പേടിച്ചോയി. കേക്ക് താഴ്ത്തൂന്ന് അങ്ങനെ തിന്നു. ഭാഗ്യത്തിന് പക്ഷെ കേക്കിനൊന്നും പറ്റില്ല. റോക്കി കേക്ക് വഞ്ചിച്ച. കുഞ്ഞുമാമ കേക്കൊക്കെ കട്ട് ചെയ്യാൻ പോണേ. കുഞ്ഞുമാമ കേക്കൊക്കെ കട്ട് ചെയ്ത് നോക്കട്ടെ. ഈ സിനിമയത്തെല്ലാ പാട്ടുമേ ഞങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ ഇടാട്ട എല്ലാ പാട്ടും അടിപൊളിയാണല്ലേ. റങ്കണ്ണൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ്. കുഞ്ഞുമാമ കേക്ക് ദേ കട്ട് ചെയ്യുമ്പോണ്. കുഞ്ഞുമാമ കൈയ്യട്ടിക്കോ. കുഞ്ഞുമാമ എന്നെ കട്ട് ചെയ്ത് കുഞ്ഞുമാമ ഫസ്റ്റ് തിന്ന്. അപ്പം ഇത് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കേൾക്കുന്നു. നല്ല കേക്കായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവർക്കും നല്ല ഇഷ്ടമായി കേക്കൊക്കെ. കപ്പ് കേക്കും കേക്കെല്ലാവരും കഴിച്ച്. കുഞ്ഞുമാമയുടെ വായയിലേ എല്ലാവരും കേക്ക് വെച്ചുകൊടുത്ത് അതിന് വെച്ചുകൊടുത്ത്. അപ്പം നമുക്കെല്ലാം കാണാം. അപ്പൊ കുഞ്ഞുമാരെടുത്ത് ഞാൻ അത്തയും കൂടി ഫോട്ടോ എടുക്കാനിരുന്നേക്കാണ്. ആ പല്ലു മൂളില്ലാട്ട് പാവം ഉറങ്ങിയില്ലേ. അപ്പൊന്നും വന്നിട്ടില്ല. അപ്പൊ വിളിച്ചപ്പ വരാന്നറിഞ്ഞ് അപ്പൊ എത്തൂട്ടാ. അപ്പൊ എല്ലാവർക്കും ഇടിച്ചിട്ടുണ്ട്. അവൾക്ക് ലയിച്ചൊക്കെ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടായി. അവളൊക്കെ സ്റ്റേജിൽ ഓടിക്കളിക്കുന്നു. ആ ഫ്ലവർ എടുക്കാൻ നോക്കി. ഞാനൊക്കെ പറഞ്ഞപ്പോ അവളവിടെ തന്നെ വെച്ച്. ഈ വീഡിയോ കാഫി കാക്കേണ്ടി കാഫി വേണോ എടുത്തോ, പൊട്ടിക്കരുത്, നോക്കിയെടുക്ക്. എടുത്തോ എടുത്തോ ആ എടുത്തോ. ഇവിടെ ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി അല്ലൊരു പൂർണ്ണം എടുത്തൊടുത്തിട്ടോ വായിച്ച് ഫോട്ടോ എടുത്ത് കഴിഞ്ഞിപ്പോ അവള് എല്ലാം വെച്ച് ഗൈസ്. അവള് വെരി ഗുഡാണ്. ഞങ്ങൾ തല്ലൊക്കെ പിടിക്കാൻ ചെയ്യും, പക്ഷെ എനിക്ക് ഇഷ്ടമൊന്നുമില്ല. അപ്പൊ അപ്പൊക്കെ വന്നിട്ടുണ്ട്.
ഇതാണ് എൻ്റെ ഫാമിലി. അമ്മ, പിന്നെ അത്ത, അതു, ഞാൻ. പച്ചക്കാരൊക്കെ സ്റ്റേജിൽ കയറി ഫോട്ടോ ഫാമിലി എടുക്കാണ് ഇരിക്കുന്നത്. അപ്പൊ ക്യാമറ ചേട്ടന് ഞങ്ങളെല്ലാരോടും സല്യൂട്ട് ചെയ്യാൻ പറഞ്ഞു. അത് ഇനി ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പിന്നെ പാട്ടിച്ച് സ്റ്റേജിൽ താഴത്ത് ഇറങ്ങി ഡാൻസ് കളിച്ചു. പെണ്ണിൻ്റെ വീട്ടുകാരൊക്കെ വേറെ വീട്ടിൽ വിട്ടാ. എല്ലാവരും അതൊക്കെ മക്കാൻ കാണുന്നോട്ടോ. അവരെല്ലാവരും എല്ലാ കളർ ഡ്രസ്സ് ഇട്ടാണ്. ഞങ്ങളൊക്കെ ജീനാണ്. എല്ലാവരും വീഡിയോ കണ്ണ്. മാമയുടെ വീട് ഫുൾ ഗ്രീൻ ലൈറ്റ്സ് കളറൊക്കെ ഇട്ട് ഡാൻസ് കളിച്ചിട്ട് മതിയാവുണ്ടായില്ല. എനിക്ക് മതി ആവശ്യമായി കളിച്ച് എൻ്റെ ഡാൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ കമന്റ് ചെയ്യാൻ പറയാൻ മറക്കരുത് കേട്ടോ. അബ്ബ ഡാൻസ് കളിച്ച് നോക്കിയേ. അബ്ബ ഇതൊക്കെ കുറേ ഡാൻസ് കളിച്ച്. രാത്രി അധികം ചൂടുന്നിടത്തിൽ നല്ല കാച്ചൊക്കെ ആയത്. അല്ലെങ്കിൽ രാവിലെ എൻ്റെ ഡാൻസ് ഒക്കെ കളിച്ച് ഔഷധമായി പോയതേ. ഇപ്പോൾ എൻ്റെ ചൂടല്ലേ. അപ്പം നമ്മ ആവശ്യത്തിലുള്ള പാട്ടുകൾ കുറേ വെക്കണം. ആ പാട്ടുകൾ എല്ലാവർക്കും പറ്റിയ ഇഷ്ടമാക്കണം. നിങ്ങൾക്ക് ഫഹദ് ഫാസിലിന് ഇഷ്ടമാണോ? എനിക്കൊക്കെ ഫഹദ് ഫാസിലിൻ്റെ സിനിമ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ റങ്കണ്ണൻ്റെ ഡയലോഗൊക്കെ റങ്കണ്ണ എന്ന് പറഞ്ഞ് കുറേ നേരം പറഞ്ഞുകൊണ്ടിരിക്കും. വീഡിയോ കഴിഞ്ഞിട്ട് ഗൈസ് ബൈ ബൈ. അപ്പം എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അടുത്ത ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പിന്നെ എൻ്റെ ഫേവറേറ്റ് പാട്ടൊക്കെ ഉണ്ട്. എനിക്ക് പാടാനും അറിയൂല.
നിങ്ങൾക്ക് ചിരിയാനുണ്ടാവും കുറച്ചുകൂടി ഇത് പ്രാക്ടീസ് ചെയ്തിട്ടോ. ലാസ്റ്റ് ആശിബാബ കമ്മിത്തിരിയൊക്കെ കത്തിച്ച് ഈ പുകയോടുകൂടി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ബൈ ബൈ. അമ്പലം കാണാം നാളെ കിന്നാരക്കുരു